ശ്രീ ജിജി ജോസഫ്, ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിക്കാൻ സാധിച്ചതിൻ്റെ ഒരാത്മസന്തോഷം താങ്കളിൽ ഉണ്ട്. അതെനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ദേശീയ തലത്തിൽ 400 എന്ന ആ നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് തൃശ്ശൂരിലെ താമരത്തിളക്കം കേരളത്തിലെ BJP പ്രവർത്തകർക്ക് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നുണ്ട്? ഒന്ന്, തൃശ്ശൂരിലുള്ള വിജയം കേവലം തൃശ്ശൂരിലെ മാത്രം വിജയമല്ല. കേരളത്തിലെ വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രഞ്ജിത്ത് ശ്രീനിവാസൻ അടക്കമുള്ള ധാരാളം രക്തസാക്ഷികളുണ്ട്. കതിരൂർ മനോജുണ്ട്, ജയകൃഷ്ണൻ മാഷുണ്ട്. ഇങ്ങനെ ധാരാളം പേർ കൊല ചെയ്യപ്പെടുകയും മുസ്ലിം തീവ്രവാദികളുടെയും അതുപോലെ തന്നെ CPM-ൻ്റെയും എന്തിന് പമ്പയാറ്റിൽ രക്ഷപ്പെടാൻ ചാടിയ ABVP പ്രവർത്തകരെ കല്ലെറിഞ്ഞു കൊന്ന ചരിത്രം വരെ ഉണ്ട്. ആ സമയത്തെല്ലാം അതിലെ ദുഃഖം കടിച്ചു പിടിച്ചുകൊണ്ട് ധീരതയോടുകൂടി മുന്നോട്ട് വന്ന സാധാരണ പ്രവർത്തകരുടെയാണ് ഈ വിജയം. ഈ വിജയം തൃശ്ശൂരിൻ്റെ മാത്രമുള്ള വിജയമല്ല, കേരളത്തിലെമ്പാടുമുള്ള സാധാരണ പ്രവർത്തകർ ആത്മാർത്ഥതയോടുകൂടി BJPയുടെ ഒപ്പം നിൽക്കുന്നതിൻ്റെ വിജയമാണ്. കേരളത്തിൽ തൃശ്ശൂരിലെ വിജയം പറയുമ്പോൾ നിങ്ങൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും ആലപ്പുഴയും എല്ലാം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾക്കുള്ള പിന്തുണ, ആ പ്രവർത്തനത്തിനുള്ള പിന്തുണ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് വലിയ തോതിൽ ലഭിച്ചിട്ടുണ്ട്. അത് കാണാതെ പോകരുത്. തീർച്ചയായും താങ്കൾ പറഞ്ഞതിൽ 3 മണ്ഡലങ്ങൾ, തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലും, ഈ 2 മണ്ഡലങ്ങളിലും അതിശക്തമായ ഫൈറ്റ് തന്നെയാണ് BJP സ്ഥാനാർത്ഥികൾ നടത്തിയത്, തർക്കമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോഴും ഭേദപ്പെട്ട പ്രകടനം അല്ലെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയ 2 മണ്ഡലങ്ങൾ ആണത്. പക്ഷെ തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ എന്താണ് വർക്കൗട്ടായത്? അത് BJPയുടെ വോട്ടുകളായി കാണാൻ സാധിക്കുമോ? അവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു വ്യക്തിപ്രഭാവം, ആ നടൻ എന്ന തരത്തിലുള്ള പരിഗണന, അവസാന സമയങ്ങളിൽ എങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടായി നടത്തിയിട്ടുള്ള ചില ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ, അതിനപ്പുറത്ത് അതിനെ ഒരു BJPയുടെ വേരോട്ടം, BJPയുടെ വോട്ടുകൾ അങ്ങനെ വിലയിരുത്തേണ്ടതുണ്ടോ ശ്രീ ജിജി? ഇവിടെ ഒരുപാട് സിനിമാ നടന്മാരൊക്കെ മത്സരിച്ചിട്ടുണ്ട്, ഇല്ലേ? എല്ലാരും ജയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മുരളി മത്സരിച്ചില്ലേ? ധാരാളം സിനിമാ നടന്മാർ. മുകേഷ് ഇപ്പൊ മത്സരിക്കുന്നില്ല. അപ്പൊ സിനിമാ നടന്റെ വിജയമൊന്നുമല്ല, സിനിമാ നടന്റെ വിജയമൊന്നുമല്ല ഇത്. സിനിമാ നടൻ എന്ന് പറയുന്നത് അദ്ദേഹം സിനിമാ നടനാണെങ്കിലും നിങ്ങൾ പൊതുസമൂഹത്തില്, നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കട്ട സംഖ്യയായിട്ട് അദ്ദേഹത്തെ എതിർക്കുകയല്ലായിരുന്നോ? അല്ലായിരുന്നോ? അദ്ദേഹം ഒരു സംഖ്യയാണ് എന്ന് വിളിച്ച് അദ്ദേഹത്തെ എത്ര പ്രാവശ്യം അധിക്ഷേപിച്ചു, ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ കളിയാക്കി, എന്തെല്ലാം കള്ളക്കേസുകൾ കൊണ്ടുവന്നു. എന്നിട്ടും പൊതുസമൂഹത്തിന്റെ ഒപ്പം നിന്ന് കരുവന്നൂരടക്കമുള്ള ബാങ്കുകളിൽ നടന്ന കൊള്ളയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടങ്ങളൊന്നും നിങ്ങൾ കാണാതെ പോകരുത്. ഇത് മുഴുവൻ നടത്തിയത് BJPയും BJPയുടെ ഏറ്റവും നല്ല പ്രവർത്തകനായ സുരേഷ് ഗോപിയും കൂടിയിട്ടാണ്. അതിലെ ഒരു സിനിമാ അംഗീകരിക്കാതിരിക്കുകയല്ല, മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരുപക്ഷെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ലഭിച്ചത് BJP വോട്ടുകളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം അത് ഏതാണ്ട് സ്ഥിരതയാർന്ന പ്രകടനത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത താങ്കൾക്കും അറിയാമായിരുന്നു, അവിടെ സുരേഷ് ഗോപിയെ പോലെ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചത് മുതൽ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്, അത് BJPയുടെ ഒരു വളർച്ചയായിട്ടാണോ കാണേണ്ടത്, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ എന്ന്? അല്ല, തൃശ്ശൂരിൽ BJPക്കെതിരെ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ ചില മേഖലകളിൽ നിന്ന് തൃശ്ശൂരിൽ മത്സരിക്കാൻ തൃശ്ശൂരിലുള്ള ആണുങ്ങളില്ലേ എന്ന് വരെ ചോദിച്ച ചില മേഖലകളുണ്ട്. അത് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നടന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാട്ടിൽ വോട്ട് കൂടുകയാണ്. അതുപോലെ തന്നെ ആറ്റിങ്ങല് വോട്ട് കൂടുകയാണ്. ഇതെല്ലാം കേരളത്തിലെമ്പാടും നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിങ്ങൾ പ്രത്യേകം എടുത്ത് കാണേണ്ടതില്ല. കേരളത്തിലെ ജനങ്ങൾ BJPയെ അംഗീകരിക്കുന്നു, ഒപ്പം
CPM എന്ന് പറയുന്ന പാർട്ടിയെ അവര് തഴഞ്ഞു കളയുകയാണ്. ചില മേഖലകളിൽ ഇതിന്റെ ഈ പശ്ചാത്തലത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ പാർട്ടി എന്ന നിലയിൽ BJP അംഗീകരിക്കുന്നു, രണ്ടാം സ്ഥാനത്തേക്ക് പലയിടത്തും എത്തിയ CPM-നെ തഴയുന്നു എന്ന് പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. അല്ലല്ല, ഞാൻ CPM-നെ തഴയുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞങ്ങളെ മുഖവിലക്കെടുക്കേണ്ടത് ഞങ്ങൾ വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ്. ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്നുള്ള അംഗീകാരം എന്ന നിലയ്ക്കാണ്. അത് കേവലം സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ് എന്നുള്ള ഒരു ചെറിയ മേഖല മാത്രം എടുത്തുകൊണ്ടല്ല കാണേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ആ വളർച്ച പക്ഷേ ദേശീയ തലത്തിൽ ഇത്തവണ പ്രകടമാകുന്നില്ല. അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ശ്രീ ജിജി, എന്തായാലും ശ്രീ നിജേഷ് അരവിന്ദൻ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്.